16 Howrah से काठवाड़ी जोलारपेट मार्ग से यशवंतपुर जाने वाली यशवंतपुर सुपर फास्ट एक्सप्रेस प्लेटफॉर्म नंबर 3 ഈ ട്രെയിൻ ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി അത് പോയിട്ടുണ്ടാവോ? ഇപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞത് നേരത്തെ ഇറങ്ങാമെന്ന്. ഈ നാളെ ഇത് എവിടെ പോയി കിടക്കുക? എടാ കോപ്പേ, നീ ഇത് എവിടെ പോയി കിടക്കുക? എൻ്റെ അളിയാ, നീ ഇങ്ങനെ ചൂടാവാതെ. ട്രെയിൻ അരമണിക്കൂർ ലേറ്റാ. നീ ഉറങ്ങി തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ കോപ്പേ നിനക്കത് നേരത്തെ വിളിച്ച് പറഞ്ഞൂടെ? അളിയാ, അത് പിന്നെ മതി മതി, നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഞാനിതാ എത്തി. ഹലോ അമ്മ. മോനെ, നീ ട്രെയിൻ കയറിയോ? ഇല്ല അമ്മ, ട്രെയിൻ 30 മിനിറ്റ് ലേറ്റാ. ആ ചന്തുവാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. അവരിതുവരെ എത്തിയില്ലേ? അതെങ്ങനെയാ, നിന്റെ അല്ലേ ഫ്രണ്ട്? ഇനി അതും എൻ്റെ തലയിലിട്ടോ. അവൻ എൻ്റെ ഫ്രണ്ട് ആവുന്നതിന് മുന്നേ അമ്മയുടെ കൂടെ പറഞ്ഞ മോനാണെന്നും കൂടി മറക്കണ്ട. അതൊക്കെ ഇരിക്കട്ടെ, നീ എപ്പോഴെവിടെ എത്താ? മോർണിംഗ് ഒരു 8 മണിയാകുമ്പോഴേക്കും എത്തുമായിരിക്കും. ഇനി ട്രെയിൻ എവിടെയെങ്കിലും പിടിച്ചിട്ടാ അതിലും ലേറ്റ് ആവും. നീ നല്ലത് കഴിച്ചായിരുന്നോ? ആ അമ്മ, കഴിച്ചിട്ടാ ഇറങ്ങിയേ. അമ്മ ഞാൻ വെക്കാം കേട്ടോ. ദേ ചന്തു വരുന്നുണ്ട്. എടാ മാറി, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? അറിയാതെ പിന്നെ ഞാൻ ശ്രുതിയോട് യാത്ര പറയാൻ മറന്നുപോയി. അപ്പോൾ പറയാൻ പോയതാ. അവൻ്റെ ഒരു ശ്രുതി, നീ അത് നാട് വിട്ടു പോവാണോ? ഒരാഴ്ച കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് തന്നെയാണ് തിരിച്ചിരുന്നത്. അതെന്താടി അങ്ങനെ ഒരു വർത്തനം? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാണ്. ഈ ഒരാഴ്ച എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഒരാഴ്ച അവരെങ്ങനെ എന്നെ കാണാതിരിക്കും? അതുകൊണ്ട് ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ പോയതല്ലേ. ശ്രുതിനെ മാത്രമേ സമാധാനിപ്പിച്ചുള്ളൂ, അതോ രഞ്ജുനെയും മഞ്ജുവിനെയും എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ടാണോ വന്നത്? രഞ്ജുനെയും മഞ്ജുനെയും ഇന്നലെ കണ്ട് സമാധാനിപ്പിച്ചായിരുന്നു. ഓഹോ, അപ്പം ഇന്നലെ എന്താ അവളോട് യാത്ര പറയാൻ പറ്റിയില്ലേ? ഇല്ലടാ, ഇന്നലെ അവൾക്ക് പനിയായതുകൊണ്ട് അവൾ ഓഫീസിൽ വന്നില്ല. പിന്നെ സുഖവിവരവും അന്വേഷിക്കാമല്ലോ. ഒന്നില്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരല്ലേ, അപ്പോൾ അവരുടെ സുഖവിവരവും അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അളിയ? എന്താ അവൻ്റെ ഒരു സ്നേഹം! എൻ്റെ അളിയ, ഈ സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കാനുള്ളതാണ്. എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ളതും സ്നേഹമാണ്. അവർക്ക് വേണ്ടത് സ്നേഹമാണ്. ഞാൻ അതവർക്ക് വാരി കോരി കൊടുക്കുന്നു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. എന്നിട്ടാണോടാ നാറി കഴിഞ്ഞ ദിവസം പനി പിടിച്ച് കിടന്ന എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ നീ? നിൻ്റെ ഫ്രണ്ടായിട്ട് വേണ്ട, ഒന്നില്ലെങ്കിൽ നിൻ്റെ അമ്മായിയുടെ മോനല്ലേ ഞാൻ. ആ രീതിയിലെങ്കിലും നിനക്ക് എന്നെ നോക്കാമായിരുന്നല്ലോ. എന്നിട്ട് അവൻ്റെ ഒരു സ്നേഹപ്രസംഗം. ദേ ജിത്തു, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് നീ. ഒന്നില്ലെങ്കിൽ നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ട് ഞാൻ കടം ചോദിക്കുന്നില്ലേ? എന്തുകൊണ്ടാ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അതുപോലും നീ മനസ്സിലാക്കിയില്ല. എന്ത് തേങ്ങയുടെ നീ പറയുന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നതേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലഞ്ഞിട്ടല്ല. നിൻ്റെ കൈ കൊണ്ട് വാങ്ങുന്നതിൻ്റെ ഐശ്വര്യം അതൊന്ന് വേറെയാണ്. ഓഹോ, അങ്ങനെയാണോ? എന്നൊരു കാര്യം ചെയ്യ്, ഇത്ര നാൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയൊക്കെ എനിക്കിങ്ങ് തിരിച്ചു തന്നേക്ക്. അയ്യോ ചിത്തു, അങ്ങനെ പറഞ്ഞൂടാ. ഒന്നില്ലെങ്കിൽ നീ അതെനിക്ക് സ്നേഹത്തോടെ തന്നല്ലേ. സ്നേഹത്തോടെ തന്ന സമയം ഞാൻ എങ്ങനെ തിരിച്ചു തരിക? അല്ലാതെ തിരിച്ചു തരാൻ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല അല്ലേ? കണ്ടുപിടിച്ച് കളഞ്ഞ് കൊച്ചു കള്ളൻ പോടുന്നു. കൊണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് മൊത്തം പൈസ കൊടുത്ത് തീർത്തിട്ട് ചെക്കൻ കിടന്ന് കൊഞ്ചിട്ടില്ലേ? അത് ഈ ഫീല് നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതെങ്ങനെയാ ഏതെങ്കിലും പെൺകുട്ടികളോട് നിനക്കൊരു ഇഷ്ടം തോന്നണ്ടേ? അമ്മ കണ്ടുപിടിക്കുന്ന കൊച്ചിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന നിന്നോടൊന്നും ഇതിൻ്റെ ഫീല് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ മതിയേടാ. അല്ല, ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാന്ന് ചോദിച്ചായിരുന്നോ? പ്ലാറ്റ്ഫോം നമ്പർ 4 എന്നാണ് പറഞ്ഞത്. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ ചിത്തു, നീ ട്രെയിൻ കിടക്കുന്നു? നീ കയറിയിരുന്നോ? ഞാനൊരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വരാം. ഓക്കെ ഡാളിയ. ചേട്ടാ, ഒരു കുപ്പി വെള്ളം. എത്രയാ ഏട്ടാ? 20. ഇന്നാ ഏട്ടാ? ചേട്ടാ, ഒരു കുപ്പി വെള്ളം. 20 രൂപ. ഏട്ടാ? അയ്യോ മോളെ, തിരിച്ചു തരാൻ ബാലൻസ് ഇല്ലല്ലോ. കയ്യില് ചില്ലറ ഉണ്ടാവോ? അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താലും മതി. അയ്യോ ഏട്ടാ, എന്റെ കയ്യിൽ ചില്ലറയില്ല. ഗൂഗിൾ പേ ആണെങ്കിൽ വർക്കാവുന്നില്ല. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാം? മോളൊരു കാര്യം ചെയ്യ്, ആ നിൽക്കുന്ന പയ്യനോടൊന്ന് ചോദിച്ചു നോക്കിയത് കയ്യിൽ ചില്ലറ വേണോന്ന്. ഓക്കെ ഏട്ടാ. എക്സ്ക്യൂസ് മീ. യെസ്. കുറുവാലിക്കിളിയേ കുറുവാലിക്കിളിയേ കുരു 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 കൂവി കുറുകി കുന്നിമരത്തേരു എല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ. മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ. കുരു 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 കൂവി കുറുകി കുന്നിമരത്തേരു എല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ. മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ. തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ. ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ. ഹായ്, ഇയാളുടെ കയ്യിലൊരു 100 രൂപയ്ക്ക് ചില്ലറ എടുക്കാണ്ടോ? ഹലോ, ഞാൻ ആ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. അപ്പം ബാലൻസ് തരാൻ വേണ്ടിയിട്ട് കയ്യിൽ ചില്ലറ ഇല്ലെന്നാ പറഞ്ഞേ. എൻ്റെ ഗൂഗിൾ പേ ആണെങ്കിൽ വർക്കാവുന്നില്ല, അതുകൊണ്ടാ. ഓ അതിനെന്താ, ഞാൻ പേ ചെയ്യാം. അയ്യോ അത് വേണ്ട, ചില്ലറ ഉണ്ടെങ്കിൽ
തന്നാ മതി. ഒരു 20 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അതെ, എന്നാലും ഒരു എന്നാലും ഇല്ല, ഞാൻ പേ ചെയ്തോളാം. താങ്ക് യു. എന്റെ പേരെന്താ? എന്റെ പേര് മഹിമ. നൈസ് നെയിം. എന്റെ പേര് ജിത്തു. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. ശരി. ഇതുവരെ ഇല്ലാത്തൊരു ഫീൽ ആ കുട്ടിയെ കണ്ടപ്പോൾ. ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്ന പോലെ. ആ കുട്ടിയെ ഒന്നും കൂടി കാണണം എന്നൊക്കെ മനസ്സ് പറയുന്നല്ലോ. ഇനി ഇതാണോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത്? ഒന്ന് പോയി നോക്കിയാലോ? നോക്കുന്നതിനിപ്പോൾ എന്താ കുഴപ്പം? എന്തായാലും ട്രെയിൻ എടുക്കാൻ സമയമുണ്ട്. പോയി നോക്കാം. ആ കുട്ടി ഇങ്ങോട്ടേക്കല്ലേ പോയത്? ഇന്നമ്മ വെള്ളം ഫുഡുണ്ട്, കഴിച്ചോ? മോളെ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി ഒന്നും വേണ്ട, അമ്മ ഫുഡ് കഴിക്കാം. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട മോളെ, ഇത്ര തന്നെ ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യം. ഇന്ന് ഈ പൈസയും കയ്യിൽ വെച്ചു. എന്നെ ട്രെയിൻ എടുക്കാൻ സമയം. ഞാൻ പോട്ടെ. മോളെ വിവാഹം ചെയ്യുന്നവൻ എന്തായാലും ഭാഗ്യം ചെയ്തവനാ. ശരി എന്നാ. ചിത്തു, നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുക? ട്രെയിൻ എടുക്കാൻ സമയം. ഞാൻ എത്ര നേരമായി നിന്നെ തിരയുന്നു അറിയോ? എന്ത് വാ ഇങ്ങോട്ട്. അവിടെ ഇതെവിടെ പോയി? അവിടെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഡാലിയ, നീ എന്താ നോക്കുന്നേ? കുറെ നേരമല്ലോ പുറത്തേക്ക് മായം പൊളിച്ചോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ മഹിമയോ? അതാരാ? മഹിമയല്ല അളിയ, ഒരു മാടപ്രാവ്. ഒരു മാടപ്രാവ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ നോക്കുമായിരുന്നു. ഓ, മാടപ്രാവൊക്കെ ഇപ്പൊ ചുരിദാർ ഇട്ട് നടക്കാൻ തുടങ്ങിയല്ലേ? കാലം പോയൊരു പോക്കേ. ചിരിക്കണ്ട, ഞാൻ കണ്ടായിരുന്നു നേരു പെങ്കോച്ചിനെ വായും പൊളിച്ചു നോക്കി നിൽക്കുന്നത്. ചന്തു, അത് പിന്നെ എന്ത് പറ്റിയളിയാ? ക്രഷ് അടിച്ചാ? ഒന്ന് പോടാ. നടക്കട്ടെ, എന്റെ വായനോട്ടം കൊടുക്കണ്ട. നോക്കിക്കോ. ഞാൻ ശല്യാവുന്നില്ലേ? നിനക്ക് ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നവരല്ലേ ആ കൊച്ചിനെ വായി നോക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നോക്കിക്കോ, നന്നായിട്ട് നോക്കിക്കോ. അവളെ കാണുന്നില്ലല്ലോ, ഇനി ഒരിക്കലും കാണില്ലേ? എക്സ്ക്യൂസ് മീ, അതെ, ഇത് എന്റെ സീറ്റ് ആയിരുന്നു. മഹിമ, ഓ സോറി കുട്ടി, യു ക്യാരി ഓൺ. താങ്ക്സ്. അല്ല ചിത്തു, താഴെ ട്രെയിൻ ആയിരുന്നു? അല്ല, താനെങ്ങോട്ടാ? ഞാൻ നാട്ടിലേക്ക് പോവാ. നാടെവിടെയാ? അമ്പലപ്പുഴ. ഞാൻ ഹരിപ്പാട്. അപ്പൊ അവിടെ വരെ സംസാരിച്ചിരിക്കാൻ ഒരാളെ. ചിത്തു, നിനക്ക് കൊച്ചിനെ നേരത്തെ പരിചയമുണ്ടോ? എന്നെയും കൂടി പരിചയപ്പെടുത്തടാ. മഹിമ, ഞാൻ ഇവനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ ഫ്രണ്ട് ചന്തു. ഹായ് മഹിമ, എന്റെ പേര് ചന്തു. ഹായ്. പിന്നെ മഹിമ, ഇവനെ അത്ര അടുപ്പിക്കണ്ട കേട്ടോ. സ്വഭാവം അത്ര ശരിയല്ല, വെറും കോഴിയാ. നാറി. എന്താ ഡാലിയാ? മാറിക്കടാ അങ്ങോട്ട്. അല്ല, കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. നീ പോടാ അവിടുന്ന്. കുട്ടി പറയും, കുട്ടി എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാം. കുട്ടി സിംഗിൾ ആണോ? ഞാൻ സിംഗിൾ ആണ് കേട്ടോ. കമ്മിറ്റഡ് ആവാൻ ആഗ്രഹമുണ്ടോ? ഈ നാറി എന്റെ കൈക്ക് പണിയുണ്ടാക്കും. തൽക്കാലത്തേക്കില്ല. ബൈ. കുട്ടിയുടെ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ആ ചിരി കാണാൻ. താങ്ക് യു. ചന്തു മോനെ, നീ ഇങ്ങോട്ട് വന്നേ. ഏട്ടൊരു കാര്യം പറയട്ടെ. മഹിമ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പം വരാവേ. ഓക്കെ. എന്താടാ എല്ലാ പെൺകുച്ചുകളുടെ അടുത്തെടുക്കുന്ന സ്വഭാവം അവളുടെ അടുത്തെടുക്കാൻ നിൽക്കരുത് കേട്ടല്ലോ? അതെന്താടാ അലിയ? അതൊന്നുമില്ല. നീ ഒരു കാര്യം പറഞ്ഞല്ലേ, എന്നൊന്ന് ആലോചിക്കട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. മഹിമയ്ക്ക് ബോറടിക്കുന്നുണ്ടാവും ചിലപ്പോ. ഇവനിത് മഹിമ ബോറടിച്ചാവും. ഇല്ല, മിക്കവാറും നിന്നെ ഞാനടിക്കും. എന്താടാ അലിയ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞതാ. എന്നാ ചിത്തു, നീ ആ ഡോറിൻ്റെ അടുത്ത് പോയിരുന്നോ? അവിടെ ആകുമ്പോൾ നല്ല കാറ്റ് കിട്ടും. ഞാനും മഹിമയും അതുവരെ സംസാരിച്ചിരിക്കാം. എന്ത് പറയുന്നു മഹിമ? അത് വേണ്ട, ഇപ്പൊ ചൂട് കുറവുണ്ട്. ഇത്ര പെട്ടെന്ന് ചൂട് കുറഞ്ഞോ? എന്തേലും ആട്ടെ. മഹിമ, ഞാൻ മഹിമനെ മഹു എന്ന് വിളിക്കട്ടെ? ഈ മഹിമ എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര പാട് പറയും. ഇവൻ അതൊന്നും വേണ്ട. അതെന്താ? മഹുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചന്ദ്രന് ഇഷ്ടമുള്ളത് വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ജിത്തു കേട്ടല്ലോ? നീ കേട്ടു. ജിത്തു, എന്തു പറ്റി? ഒന്നുമില്ല മഹിമ. മഹിമയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബം എന്ന് പറയാൻ ഞാനും അച്ഛനുള്ളൊരു കുഞ്ഞു കുടുംബം ഞങ്ങളുടേത്. അച്ഛനാ എനിക്കെല്ലാം. അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അവരുടെ ലവ് മാരേജ് ആയതുകൊണ്ട് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. അമ്മയുടെ പറഞ്ഞ ശേഷം അച്ഛനാ എനിക്കെല്ലാം. എനിക്ക് അമ്മയായിട്ടും ബെസ്റ്റ് ഫ്രണ്ടായിട്ടും അച്ഛനായിട്ടും എല്ലാം. അച്ഛനെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇഷ്ടമല്ല, എനിക്കെൻ്റെ ജീവനാ എൻ്റെ അച്ഛൻ. ഇവിടെ പോയി ചന്തു, നീ മഹിമയെ കണ്ടോ? ആ മേശയിലെങ്ങാനും കാണും. ഇവൻ അങ്ങോട്ട് നോക്ക്. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറി നിൽക്കോ? അതെന്താ മോളെ, ചേട്ടന്മാർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? മാറി നിൽക്ക്. അതെങ്ങനെയാ ശരിയാവേ? നമുക്ക് കുറച്ചു നേരം മിണ്ടി പറഞ്ഞിരിക്കാതെ. മാറി നിൽക്ക്, എനിക്ക് പോണം. എടാ കേട്ടോ, കൊച്ചിന് പോണെന്ന്
അങ്ങനെ അങ്ങ് പോയാലോ? ചേട്ടന്മാരൊന്ന് പരിചയപ്പെടട്ടെ. കുറച്ചു നേരം ഇവിടെ നിന്ന് ചേട്ടന്മാരുടെ കൂടെ കാറ്റൊക്കെ കൊണ്ടിട്ട് പതുക്കെ പോവാന്നേ. ചേട്ടന്മാരും അവളുടെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കട്ടെ. ചേട്ടന്മാരൊന്ന് ശരിക്കും പരിചയപ്പെടട്ടെ. നിങ്ങൾക്ക് എന്നെ പരിചയപ്പെട്ടാൽ മതിയോ? നീ ഏതാടാ ചക്ക? അങ്ങോട്ട് മാറിക്ക്, കൈക്ക് പണി ഉണ്ടാക്കാതെ. ആഹാ, അത് കൊള്ളാലോ. അവള് എൻ്റെ പെണ്ണാ. എൻ്റെ പെണ്ണിനെ ശല്യം ചെയ്യുന്നത് കണ്ടാ ഞാൻ നോക്കി നിൽക്കണോ ചേട്ടന്മാരെ? ഓഹോ, എന്തായാലും ടേസ്റ്റ് കൊള്ളാം. എന്തായാലും നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അല്ലേടാ? ഡാ, ജിത്തു മതി, ഒന്ന് നിർത്ത്. ഇനി വല്ല പെണ്ണുങ്ങളുടെ അടുത്ത് ഇതേപോലെ പെരുമാറാൻ പോയാ ഇത് ഓർത്ത് വെച്ചോ, കേട്ടോടോ? താങ്ക്സ്. ഒന്നങ്ങോട്ട് വെച്ച് തരാ വേണ്ടത്. തനിക്കൊന്ന് പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? ഞാനൊന്ന് വരാൻ ലേറ്റ് ആയിരുന്നെങ്കിലോ? അത് പിന്നെ നിങ്ങൾ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. സോറി ജിത്തു, ഇനി ദേഷ്യപ്പെടാതെ. സോറി, ഞാൻ പെട്ടെന്ന് ആ ദേഷ്യത്തിൽ. സാരല്ല. എൻ്റെ സ്റ്റേഷൻ എത്താറായി. ഞാനെന്നാ പോവാ. ചന്തു നല്ല ഉറക്ക. ഞാൻ പോയിന്ന് പറഞ്ഞാൽ മതി. ശരി, എന്നാ കാണാം. ഒന്നുമില്ല, ബൈ. ബൈ. ചന്തു എഴുന്നേക്ക്, സ്റ്റേഷൻ എത്താറായി. ഇത്ര പെട്ടെന്ന് എത്തിയാ ഞാനൊന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി. അതെ, ചക്ക വെട്ടിയിട്ട പോലല്ല കിടന്ന് ഉറങ്ങുന്നത്. അല്ല മഹിമ, അവള് പോയോ? ആ പോയി, നിന്നോട് പോയിന്ന് പറയാൻ പറഞ്ഞു. നമ്പർ പോലും വാങ്ങിക്കാൻ മറന്നുപോയി. നീ വാങ്ങിച്ചായിരുന്നു അളിയാ? ഇല്ലാടാ, ഞാൻ വിട്ടുപോയി. അല്ലെങ്കിലും നിന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. പോറാ മാറി. നാളെ നീ കാലത്ത് തന്നെ എത്തത്തില്ലേ? പിന്നല്ല, ഞാൻ രാവിലെ തന്നെ അവിടെ ഉണ്ടാവും. ശരി. മോനെ, നീ എത്തിയോ? ഇത്ര നാളായി എന്റെ കൊച്ചിനൊന്ന് നേരിട്ട് കണ്ടിട്ട്. എൻ്റെ അമ്മ 2 മാസം മുമ്പല്ലേ ഞാനിവിടെ വന്നിട്ട് പോയത്. എന്നിട്ട് എത്ര നാളായി? ബെസ്റ്റ്. അത് പിന്നെ അങ്ങനെയല്ലേ വരുവാളിയാ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ കൊച്ച് ആകെ ക്ഷീണിച്ചു. നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, അമ്മ അപ്പയ്ക്ക് ഫുഡ് എടുത്ത് വെക്കാം. ശരി അമ്മ. എന്നാടാ അളിയാ വിശേഷം? സുഖല്ലേ? പിന്നെ പരമ സുഖല്ലേ? നിന്റെ പെങ്ങടെ കൂടെ അല്ലേ ജീവിതം, അതുകൊണ്ട് സുഖത്തിന് ഒരു കുറവുമില്ല. അത് പറഞ്ഞപ്പോഴാ അവളെവിടെ കണ്ടില്ലല്ലോ. പറഞ്ഞു തീർന്നില്ല, എത്തിയല്ലോ ആള്. അതെ മോളെ, വന്ന് കേറിയുള്ളൂ. പിന്നെ ഏട്ടന്റെ സുഖം അല്ല, എന്റെ കുഞ്ഞൂസിന്റെ സുഖമാണോ? കണ്ടോ, എന്റെ സുഖവിവരല്ല കുഞ്ഞൂസിന്റെ സുഖവിവരാണ് ഏട്ടൻ അറിയേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ചിലർക്ക് നമ്മളെയൊക്കെ വേണ്ടാതെ തുടങ്ങിയിട്ടുണ്ട്. അതാരാ മോളെ? വേറെ ആരാ? നിക്കുന്ന കണ്ടില്ലേ, ഏട്ടന്റെ പുന്നാര ഫ്രണ്ട്. ഇങ്ങേർക്കിപ്പം എന്നോട് ഒട്ടും സ്നേഹമില്ല ഏട്ടാ. എനിക്കോ? എടാ നീ ഇത് കേൾക്കണം. നിന്റെ പെങ്ങള് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടോ? അവൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം തിന്നാനൊരു പൂതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. അപ്പം പറയാ ചോക്ലേറ്റ് അല്ല വേണ്ടത് സ്ട്രോബെറി ആണ്. ഓക്കെ, സ്ട്രോബെറി വാങ്ങിച്ചു കൊടുത്തു. അപ്പം പറയാ സ്ട്രോബെറി അല്ല വേണ്ടത് ബട്ടർ സ്കോച്ചാണ്. എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കുക ഇവള്. കണ്ടേട്ടാ പറയണത് ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പ്രഗ്നന്റ് ആയ പോലെ ഉണ്ട്. താനല്ലേ ഈ അവസ്ഥയിലാക്കിയത്, അപ്പൊ താനീ തക്കാനും പോയിക്കണം. എന്നിട്ടോ ഈ ഐസ്ക്രീം മൊത്തം ഒറ്റയടിക്കിരുന്ന് തിന്നു തീർത്തു നിന്റെ പുന്നാര പെങ്ങള്. അത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം കളയണ്ടെന്ന് വെച്ചിട്ടല്ലേ? ഓഹോ, കേട്ടല്ലോ നിന്റെ പെങ്ങള് പറഞ്ഞത്. ഇനി ഐസ്ക്രീം തിന്നണ്ടെന്ന് പറഞ്ഞേനാ ഇപ്പൊ ഈ പറയണത്. എന്റെ അളിയാ, നിന്നോട് ഞാൻ അപ്പേ പറഞ്ഞതാ, ഇവളെ നോക്കണ്ട. അപ്പൊ നിനക്ക് ഇവളെ കിട്ടിയേ പറ്റൂ. അനുഭവിച്ചു. അന്ന് ഞാൻ അറിഞ്ഞില്ല അളിയാ, നിന്റെ പെങ്ങൾക്ക് ഇത്രയും മുഴുത്ത വട്ടുണ്ട്. നിങ്ങളുടെ മറ്റൊരു കടോ? ഏത്? രേഷ്മയ്ക്കോ? അതാരാ? അയ്യോ, അത് നോക്കറിയില്ലേ? അത് കോളേജിൽ ഇവന്റെ പുറകെ നടന്നതാ. അല്ലേടാ, ഞങ്ങളെല്ലാരും വിചാരിച്ചു ഇവൻ അവളെ ആയിരിക്കും കിട്ടുകയെന്ന്. എടാ മാറി, എന്താടാ എനിക്കിട്ട് പണിയാണല്ലേ ചെറുതായിട്ട്. റൂമിലേക്ക് വാട്ടോ, ബാക്കി റൂമിൽ വെച്ചിട്ട് തരാം. മോളെ പോലെടി, നിക്കടി, ഏട്ടനൊന്ന് പറയട്ടെ. എടാ മാറി, എരുതിയിൽ എന്നെ വിളിച്ചപ്പോ സന്തോഷമായല്ലോ. എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ അളിയാ, നീ എൻജോയ് ചെയ്യ്. എടാ മാറി, എനിക്ക് അവസരം കിട്ടും, നീ സന്തോഷിച്ചോ. 2 ദിവസം എനിക്ക് സന്തോഷമുള്ളൂ. മറ്റന്നാള് നിന്റെ കല്യാണം, അത് നീ മറക്കണ്ട. നീ ആദ്യം അവളെ പോയി ശരിയാക്കാം നമുക്ക്. ഞാനത് വിട്ടു, ഞാനതും പോയി സെറ്റാക്കട്ടെ. മോളെ ആമി. എന്താ മോളെന്നൊക്കെ തന്റെ മറ്റോളെ എന്തെന്നുള്ള പേര് രേഷ്മ, അവളെ പോയി വിളിക്കേ. നീ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ? ദേ ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മനസ്സിലാകെ ഒരു പെണ്ണേ ഉള്ളൂ, അതെന്റെ ഈ ആമി മോള. അയ്യോ, നന്നായിട്ട് പറയുന്നുണ്ട്. ദേ നിന്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞാണേ സത്യം. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. എന്നിട്ടെന്താ മുമ്പ് നീ രേഷ്മയെ കുറിച്ച് എന്നോട് പറയാത്തെ? ഒന്നാമതേ എന്റെ മോക്ക് പൊസസീവ് കുറച്ച് കൂടുതലാ. ഇനി ഇതുകൂടി പറഞ്ഞ് പൊസസീവ് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ഓ പിന്നെ അന്ന് പറയാത്തതുകൊണ്ട് ഇപ്പോ
മസാല ദോശ വെച്ചുതരാം. എന്താ മതിയോ? സത്യമായിട്ടും ആ നീ എന്നാ ഓക്കെ. മസാല ദോശ എന്ന് കേട്ടപ്പോൾ പെണ്ണിന്റെ സന്തോഷം കണ്ടില്ലേ? ഈ ഗർഭിണികൾക്ക് ഇതിലാരാണോ കൈവശം വെച്ചത്? മസാല ദോശയുടെ കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? ഒന്നല്ലേ, വാങ്ങിച്ചു തരാം. പകരം എനിക്ക് അയച്ചുതരാം. ആദ്യം പോയി മേടിച്ചിട്ട് എന്നിട്ട് ആലോചിക്കാം. ആ ഓക്കെ, ഒന്ന് റൊമാൻസ് ആവാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ഓഹോ, അങ്ങോട്ട് മാറിന്ന് റൊമാൻസിക്കും അല്ല പിന്നെ. എടാ ജിത്തു, ജിത്തെ കയറി വേടാ. എന്താടാ വന്നപ്പോൾ മുതൽ നീ റൂമിൽ അടച്ചിരിക്കുകയാണല്ലോ, എന്തു പറ്റി? അതൊന്നുമില്ലടാ, യാത്രാക്ഷീണം കാരണം ഞാനൊന്ന് കിടക്കുമായിരുന്നു. അത് കള്ളാന്ന് നിന്റെ മുഖം തന്നെ പറയുന്നുണ്ട്. കാര്യം പറ, എന്താ സംഭവം? എടാ അത് പിന്നെ ഇന്നലെ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറുന്ന സമയത്ത് ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. എനിക്ക് ഇതുവരെ ഒരു പെൺകുട്ടികളോടും തോന്നാത്തൊരു ഫീലിങ്സ് ആ കുട്ടിയെ കണ്ടപ്പോൾ മുതൽ തോന്നുക. ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്ന പോലെ, അവളെ തന്നെ നോക്കിയിരിക്കാനൊക്കെ തോന്നുന്ന പോലെ. എടാ ചിത്തു, എന്തൊക്കെ നീ പറയുന്നത്? സത്യമാടാ, നിനക്കെന്നെ അറിയാലോ, ഒരു പെൺകുട്ടികളോട് പോലും എനിക്ക് ഇതേപോലെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. അവള് ജീവിതത്തിൽ എൻ്റെ കൂടെ വേണമെന്നൊക്കെ പറയുക എൻ്റെ മനസ്സ്. ജിത്തു, നീ ഒന്ന് നിർത്തിക്കേ. നാളെ നിന്റെ വിവാഹമാ, അത് നീ മറക്കരുത്. നേരിട്ടൊന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്തൊരു കുട്ടിയെ ഞാൻ എങ്ങനെയാടാ? അത് നിന്റെ തെറ്റ്. അമ്മ നിന്നോട് ചോദിച്ചതല്ലേ നിനക്ക് ആരോടെങ്കിലും പ്രേമമോ ഇഷ്ടമോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം നീ എന്താ പറഞ്ഞത്? ഇല്ല, അമ്മ കണ്ടുപിടിക്കുന്നത് ആരെയായാലും വിവാഹം ചെയ്യാൻ സമ്മതമാണെന്ന്. എന്നിട്ട് ഈ അവസാന നിമിഷം നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ ശരിയാവുന്നത്? ഈ വിവാഹം ഇവിടെ വെച്ച് നിർത്തിവെച്ച ആ കുട്ടിയുടെ അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എടാ ഞാൻ പിന്നെ നീ പറഞ്ഞല്ലോ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നൊക്കെ. അതും നിന്റെ തെറ്റ് തന്നെയല്ലേ. അമ്മ കുട്ടിയുടെ ഫോട്ടോയും നമ്പറും നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ നീ അല്ലേ പറഞ്ഞത് അതൊന്നും വേണ്ട, അമ്മ കണ്ടുപിടിച്ച കുട്ടി അതൊരിക്കലും മോശമാവില്ല എന്ന്. ശരിയാണ്, എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ കണ്ട ഒരു സ്വപ്നം പോലെ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കടാ. നീ പറഞ്ഞതാ ശരി, ഞാൻ കാരണം ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതാവരുത്. എന്നാ നീ പോയി കിടന്നോ, നാളെ നേരത്തെ എഴുതേക്കാനുള്ളതല്ലേ. ശരി. ഞാനോ? ഒന്ന് പോടി. ഓ, ഏട്ടത്തമ്മയായിരിക്കും. ഏട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? എന്റെ ഏട്ടത്തമ്മയെ കാണാൻ അടിപൊളിയായിട്ടാ. ആ വന്നല്ലോ. മഹിമ. എന്താ ചിത്തു, വീട്ടിൽ പോയോ? ഇത് ഞാൻ തന്നെയാ മഹിമ. അതെ, മുഹൂർത്തത്തിന് സമയം താലിയിട്ട് കിടക്കട്ടെ. എടാ ചിത്തു, എന്താണ് വാ വിളിച്ചിരിക്കുന്നത്? കെട്ടട താലി. ആ എന്താടോ
കാത്തിരുന്ന് മുഷിഞ്ഞു? ഏയ് ഇല്ല. ഞാൻ അവന്മാരെയൊക്കെ പറഞ്ഞു വിടുന്ന തിരക്കിലായിപ്പോയി. അത് കുഴപ്പമില്ല. പിന്നെ മഹിമ, അത് പിന്നെ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ തന്നെ തനിക്കറിയായിരുന്നു? അറിയായിരുന്നു. എന്നിട്ടെന്താ താനൊന്നും പറയാതിരുന്നേ? അന്ന് ഫസ്റ്റ് നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി പോയി. എന്താ സംസാരിക്കണ്ടേ, എന്താ പറയണ്ടേ, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് ജിത്തുവിനെ നേരിട്ട് കാണാൻ പറ്റുന്നോ, സംസാരിക്കാൻ പറ്റുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും. ജിത്തുവിന് എന്നെ മനസ്സിലായില്ലെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പിന്നെ ഇവിടെ വന്നപ്പോൾ യാമിയും പറഞ്ഞു ജിത്തു ഇതുവരെ എൻ്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലാന്ന്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കണ്ടുപിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഫോട്ടോ പോലും കാണേണ്ട ആവശ്യമില്ലാന്ന് അമ്മയോട് ഞാൻ പറഞ്ഞത്. എന്തായാലും അത് തെറ്റിയില്ല. ഞാൻ ആഗ്രഹിച്ചതും എനിക്ക് വിധിച്ചതും ഒന്നായിരുന്നു. അതേടോ, തന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഞാൻ വീണുപോയി. സത്യം പറയാലോ, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് എനിക്കത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്നെ ആദ്യമായി കണ്ടപ്പോൾ ആ കൺസെപ്റ്റിൽ എനിക്ക് ചെറിയൊരു വിശ്വാസമൊക്കെ തോന്നി തുടങ്ങി. സത്യമായിട്ടോ, എനിക്ക് ഇതുവരെ ഒരു പെൺകുട്ടിയോടും ഇതുപോലൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. അന്ന് തന്നെ അവിടെ വെച്ച് കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്കറിയില്ല എങ്ങനെയത് പറയേണ്ടത്. എനിക്ക് ജിത്തുവിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ ജിത്തുവിന് ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് ട്രെയിനിൽ വെച്ച് കെയർ ചെയ്യുന്നു കണ്ടപ്പോൾ ആ ഇഷ്ടം ഒന്നും കൂടി കൂടി. ഓഹോ, അപ്പോ എങ്ങനെയാ കാര്യങ്ങള്? വേണ്ടല്ലേ, ഇനി ഡയലോഗില്ല, ഓൺലി ആക്ഷൻ. I love you.